അന്ന പ്രാർത്ഥിച്ചത് ഒരു സാധാരണ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ ഒരു ദുഃഖമായിരുന്നില്ല. അതിനേക്കാൾ അർത്ഥവും ഗൗരവവും ഉണ്ട് ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക്. കാരണം ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാചകം, യഹോവയുടെ സന്നിധിയിൽ യഹോവയ്ക്ക് തരുവാൻ എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം, എനിക്കൊരു പുരുഷ സന്തതിയെ വേണം. കേവലം അവൾക്കൊരു തലമുറ ഇല്ലായ്മ പരിഹരിക്കുവാൻ നടത്തിയ ഒരു പ്രാർത്ഥന അല്ലായിരുന്നു അത്. മറിച്ച് അതിനകത്ത് ആഴമേറിയൊരു ദർശനമുണ്ടായിരുന്നു. ആ ദർശനം അവളുടെ അധരത്തിൽ വെളിപ്പെട്ടപ്പോൾ അവളുടെ പ്രാർത്ഥനാ വാചകത്തെ അവൾ രേഖപ്പെടുത്തി, യഹോവയ്ക്ക് കൊടുക്കുവാൻ, യഹോവയ്ക്ക് തരുവാൻ എനിക്കൊരു തലമുറയെ വേണം. ഹന്ന ഹൃദയം വിലപിച്ച് ആലയത്തിൽ പ്രാർത്ഥിച്ചു. കാരണം വചനം ദുർലഭമായി. ആലയത്തിനകത്ത് വചനമില്ല. ഏലിപുരോഹിതന്റെ കണ്ണ് മങ്ങിത്തുടങ്ങി. ഈ സമയത്ത് ദർശനമുള്ള ഒരു ഹന്നയുടെ പ്രാർത്ഥനയാണ്, ദർശനമുള്ള ഒരു മകനെ എനിക്ക് വേണം, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു തലമുറ എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വാചകമാണ്. നമ്മൾക്ക് ആ വെളിപ്പാടിലേക്കൊന്ന് കയറാം. ദൈവ ശബ്ദം കേൾക്കുന്ന തലമുറ, പ്രവചിക്കുന്ന തലമുറ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തലമുറ. അനേകരുടെ കാഴ്ചപ്പാടുകൾ നഷ്ടമാകുമ്പോൾ ദൈവിക ദർശനത്തോടും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. അമ്മമാരായ നമുക്ക് ഉണരാം, നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം.